ഹലോ നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്കൈ ബ്ലോക്കിന്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഒരു സ്കൈ ബ്ലോക്കിന്റെ വേൾഡ് അല്ല ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഞാൻ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മെയിൻ. അപ്പൊ അതിന്റെ പരിപാടികളും അതുപോലെ ഇന്ന് നമ്മളൊരു ബേസും കാര്യങ്ങളൊക്കെ റെഡി ആക്കണമെന്നായിരുന്നു നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. ബട്ട് എന്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല. സംഭവം അത്യാവശ്യം ഒരുപാട് ടൈം ഇരുന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്ത് കണ്ടീഷൻ അല്ല. സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ അതുകൊണ്ട് മാത്രം ഇന്ന് നമ്മുടെ എപ്പിസോഡ് കുഞ്ഞ് എപ്പിസോഡായിരിക്കും. ജസ്റ്റ് ഈ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണം. അതുപോലെ നമുക്ക് 1-2 ഐലൻഡും കാര്യങ്ങളൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി. അല്ലാണ്ട് ഓവറായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു ആരോഗ്യസ്ഥിതി അല്ല. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ബേസും കാര്യങ്ങളൊക്കെ കിട്ടാം കേട്ടോ. അപ്പം ഇന്നത്തെ എപ്പിസോഡിലെ പരിപാടികൾ കാണിക്കാം. അതുപോലെ ഇവിടുത്തെ അപ്ഡേറ്റിൽ എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് നേരെ വീട്ടിലേക്ക് കിടക്കാം. സോ അത് ഇപ്പോൾ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോ. സോ വിത്തൗട്ട് വാസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഓക്കെ, ഇതാണ് ഫൈനലി നമുക്കിവിടെ ഷീപ്പും കാണൊക്കെ സ്പോണായി. ഒരു കൗ സ്പോണായി. ഇത് കുറച്ച് മുന്നേ സ്പോണായി കേട്ടോ. അതുപോലെ നമ്മൾ കുറച്ച് നമ്മുടെ ഈ എന്താ പറയാ ഈ ട്രീ ഫാമും കാര്യങ്ങളൊക്കെ ഒന്ന് വിജൃംഭിച്ചു എന്നല്ല, എന്താ പറയാ, ഒന്ന് വലുതാക്കി. അത് തന്നെ ഉദ്ദേശിച്ചു. ഓക്കെ, 1-2 ട്രീ ഫാം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചധികം ട്രീ ഉണ്ടായി. അതുപോലെ നമുക്കൊരു ഹണി കോമ്പ് കിട്ടി. ആ ട്രീ ഞാൻ വെട്ടാണ്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ലാവ കോബിൾ സ്റ്റോൺ ജനറേറ്റർ മാറ്റി ഞാൻ ഇവിടെ ഇങ്ങോട്ട് റെഡിയാക്കി. അതുപോലെ ഇവിടുത്തെ ഇൻഫിനിറ്റി വാട്ടർ പൂൾ ഞാൻ മാറ്റി, അത് ഇങ്ങോട്ട് ഇൻഫിനിറ്റി വാട്ടർ പൂൾ വെച്ചു. പിന്നെ അവിടെ ചെറിയൊരു എന്താ പറയുക ഒരു കൂടുതൽ സെറ്റപ്പ് ഇല്ലേ, അത് വേറെ ഒന്നുമല്ല, അത് നമ്മുടെ AFK സ്പോട്ടാണ്. ഓക്കെ, ഇവിടത്തേക്ക് ഈ സംഭവങ്ങളൊക്കെ സ്പോൺ ആവാൻ വേണ്ടി ഞാൻ അവിടെയാണ് പോയി AFK ഇരിക്കണത്. പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്തു. ഇപ്പം എൻ്റെ നൈറ്റ് ആയി, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. അപ്പം നൈറ്റായി നമുക്കൊരു ബെഡും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഒരു എന്താ പറയുക, അതിന് വേണ്ടിയുള്ള വൂളും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 ഗ്രേ വൂളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് തന്നെ നമുക്ക് നൈസായിട്ട് ഒരു ബെഡും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ ഈ നൈറ്റ് സ്കിപ്പ് ചെയ്യണ പരിപാടി നമുക്ക് തുടങ്ങാം കേട്ടോ. നമ്മുടെ ബെഡ് കൊണ്ടുവിട്ടത് ഇവിടെ തൽക്കാലം ഇതിന്റെ മുകളിൽ കൊണ്ടുവച്ചേക്കാം തൽക്കാലം. ഓക്കെ, നമുക്ക് പിന്നെ ഇങ്ങോട്ടൊരു സെറ്റപ്പ് ഒക്കെ സെറ്റാക്കി നമുക്ക് ഇടാം. അതിന് മുന്നേ തൽക്കാലം, കാരണം ഇവിടെ മൊത്തം സ്ലാബാണ്, അപ്പോൾ അതിന്റെ പുറത്ത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ ഇരുന്നോട്ടെ. ആൻഡ് ഗൈസ്, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ് സക്സസ്ഫുള്ളി. ഓക്കെ, ഇനി നമുക്ക് പേടിക്കേണ്ട. നൈറ്റിങ്ങളൊക്കെ പെട്ടപ്പെട്ട സ്കിപ്പ് ചെയ്യുക. അതുപോലെ നമുക്ക് വുഡ് ഫാമിങ് ബാക്കിയുള്ള ഫാമിങ് കാരണമൊക്കെ ഇനി നല്ല അടിപൊളിയായിട്ട് നടക്കും. നമുക്ക് ഇന്ന് നമ്മുടെ സ്പ്രൂസ് ബയോമ് നമുക്കൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. ഇപ്പോൾ റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചൊന്ന് കുറച്ചിട്ടേക്കാണ്. അതുപോലെ ഇപ്പൊ തറയപ്പോയത് അതുപോലെ നമ്മുടെ അവിടെ ഒരു ബയോമുണ്ട്. എനിക്ക് തോന്നുന്നത് പ്ലെയിൻസ് ആണ്, പ്ലെയിൻസ് ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു മരവും നിപ്പുണ്ട്. അതുപോലെ എനിത്തിങ് ഒരു മെലണോ എന്തോ ഒരു സംഭവം അവിടെ നിപ്പുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കണം. അപ്പോൾ 2 ഒബ്ജക്റ്റീവ്, ആ 2 സ്ഥലത്തോട്ട് നമുക്ക് ഇന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അതിന് പിന്നെ ഞാൻ ഈ 2 മരവും ഒന്ന് വെട്ടി സെറ്റപ്പ് ആക്കിയിട്ട് വരാം. അങ്ങനെ ഞാൻ മരവും കാര്യങ്ങളൊക്കെ വെട്ടി. അടുത്ത മരം വീണ്ടും ഇവിടെ വളർന്നല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും പിന്നെ അടുത്ത് നമുക്ക് കട്ട് ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ 2-3 മരവും കാര്യങ്ങളൊക്കെ വെട്ടി അതിൻ്റെ വുഡും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് സാപ്ലിങ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. നമ്മുടെ സ്റ്റോറേജ് നമ്മുടെ ഈ വുഡും ഈ കോബിൾ സ്റ്റോണും സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. ഈ ചെസ്റ്റിലാണ് ഞാൻ വുഡും അതുപോലെ സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഓഫ് ക്യാമറ ഇരുന്നിട്ട് അത്യാവശ്യം പണിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് സ്ലാബും കാര്യങ്ങളും അതുപോലെ കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തിട്ട് ഞാൻ നൈസായിട്ട് കുറച്ചുകൂടി സ്ലാബ് ഉണ്ടാകും. കാരണം നമുക്ക് ഇവിടെയും അതുപോലെ അപ്പുറത്ത് കാണുന്ന ആ ഒരു ഐലൻഡിൽ നമുക്കിന്ന് പോകണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സ്ലാബ് ഉണ്ടാക്കിയിട്ട് വരാം. സോ യെസ് ഗൈസ്, അപ്പം അത് റെഡി ആക്കിയിട്ടുണ്ട്. അടുത്ത നൈറ്റും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. സോ അപ്പം നമുക്ക് നൈസായിട്ട് ഈ ഒരു ഇപ്പോഴും കിടക്കാൻ പറ്റും. നേരത്തെ കിടക്കാൻ പറ്റുമോ? ഞാൻ നൈസായിട്ട് വെട്ട് പൊട്ടിച്ചോണ്ട് പോകാമെന്ന് വിചാരിച്ച അപ്പോഴത്തേക്ക് എൻ്റെ നൈറ്റ് സ്കിപ്പാക്കാൻ പറ്റി. സന്തോഷമുണ്ടേ. ഓക്കെ, എന്തായാലും നൈറ്റുകളൊക്കെ സ്കിപ്പായ സ്ഥിതിക്ക് ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് ഈ ഒരു ഐലൻഡിലോട്ട് പോകാം. എനിക്കൊന്ന് കറക്റ്റാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ച് പിടിച്ചങ്ങ് പോവാം. നമുക്ക് നമ്മുടെ റെൻഡർ ഡിസ്റ്റൻസ് ഒന്ന് കുറച്ച് കൂട്ടിയിട്ട് നോക്കാം. മാക്സിമം എന്തെങ്കിലുമൊക്കെ അടുത്തുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെ ഒരു ലാവ കാണുന്നുണ്ട്. അതുപോലെ അത് നമ്മൾ കണ്ടതാ. ഇവിടെ ഒരു ബിർച്ച് ബയോമ്,
അവിടെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. അവിടെ ചെറിയ ബ്ലോസം കാണാം, താഴോട്ട് എന്തോ കാണുന്നുണ്ട്. ബട്ട് എന്താണെന്ന് ക്ലിയർ ഇല്ല, എന്തൊക്കെയോ കാണുന്നുണ്ട് അടുത്തൊക്കെ. അപ്പൊ നമ്മൾ ഈ അടുത്ത ബയോമിന്റെ അടുത്ത ഐലൻഡിന്റെ അടുത്തെത്തി. സ്നോയി ടൈഗ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ താഴെ കണ്ടോ, അവിടെ ഒരു ഡ്രിപ്പ് സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ലാവയുടെ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് അതെന്തായാലും കളക്ട് ചെയ്യണം. ബിക്കോസ് നമുക്ക് നെതറിലോട്ട് പോകേണ്ട പരിപാടികൾ നോക്കുമ്പോൾ അതായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഡ്രിപ്പ് സ്റ്റോൺ എടുക്കുക, അത് കൊണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് ലാവ ശേഖരിക്കുക, അങ്ങനത്തെ പരിപാടികളാണ്. ബട്ട് അതിന് വേണ്ടി നമുക്കൊരു കോൾഡ്രോണോ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും വേണം. ഓക്കെ, പുതിയ അച്ചീവ്മെന്റും കിട്ടി, സന്തോഷമുണ്ടായി. ഓക്കെ, ഇവിടെ നമുക്ക് ഫുഡായി കഴിക്കാൻ ബെറീസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കണ്ടേ കളക്ട് ചെയ്യാം. അതുപോലെയുള്ള സംഭവം പംകിന്, ഇതും നമുക്ക് എടുത്തോണ്ട് പോവാം. അവിടെ ഒരു ബയോമും കൂടി ഉണ്ട്, നമുക്ക് അവിടെ അടുത്ത ഇതിൽ പോവാം. ഇപ്പം നമുക്ക് എന്തായാലും ആ ഒരു ബയോമിലും കൂടി പോകാം കേട്ടോ. ഇവിടെ ഇനി നമുക്ക് കിട്ടാനായിട്ട് മെയിൻലി ഇവിടുത്തെ കുറച്ച് ഈ ഡേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം. അതിന് മുന്നേ ഇപ്പോൾ ഇവിടെ കുറച്ച് ഐസ് ഉണ്ടല്ലോ, ഈ ഐസ് നമുക്ക് സ്നോ ഉണ്ട്, നമുക്ക് പിന്നീടത്തേക്ക് എന്തെങ്കിലും യൂസ് ആയാലോ, അതുകൊണ്ട് തൽക്കാലം അതവിടെ കിടന്നോട്ടെ. ഇത് നമുക്ക് എടുത്തോണ്ടാം. ഇവിടുത്തെ ഈ ഒരു ഈ വുഡും ഇതിൻ്റെ കുറച്ച് സാപ്ലിംഗ് കൂടി കിട്ടിയാൽ നമ്മുടെ വുഡ് ബിസിനസ് കുറച്ചധികം നമുക്ക് എളുപ്പമാക്കാം. അപ്പം നമുക്ക് സ്പ്രൂസ് നൈസായിട്ട് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാം കേട്ടോ. ബോയ്സ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ആകെ ഒറ്റ ഒരു സ്പ്രൂസിൻ്റെ സാപ്ലിംഗ് ആണ്. തൽക്കാലം നമുക്ക് അതായാലും മതി. ഇവിടെ ഒരു സംഭവം കൂടി, ഒരു ഇലയും കൂടി ഇവിടെ ഡിക്കാവാൻ. സോ എന്തായാലും അതവിടെ നിന്നോട്ടെ. അതുപോലെ നമുക്ക് ഇവിടുത്തെ ഡേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പിന്നെ ഒരു വരവും കൂടി വരേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ സാധനങ്ങളും കൊണ്ട് നമ്മുടെ ബേസിൽ, ഐ മീൻ നമ്മുടെ മദർ ഐലൻഡിലോട്ട് പോയിട്ട് അവിടെ സംഭവങ്ങളൊക്കെ വെക്കാം. അവിടെ അതുപോലെ മരവും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ വളർന്നു വന്നു. അതെന്തായാലും നല്ലൊരു കാര്യം. എനിക്ക് തോന്നുന്നു നമ്മൾ ഡേ ബൈ ഡേ നല്ല രീതിയിലുള്ള പ്രോഗ്രസ് നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത ഐലൻഡിലോട്ട് പോകാൻ, ബട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് ഇച്ചിരി റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ബിക്കോസ് നമുക്ക് ഇച്ചിരി വളഞ്ഞു ചുറ്റി പോകേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്നും പോകേണ്ടി വരും. നോക്കട്ടെ എങ്ങനെയാണ്, നമുക്ക് ഇനി അങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോകാം അടുത്ത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ നമ്മുടെ ഈ ഒരു ഐലൻഡിലോട്ട് എത്തി. ഇത് വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ ജംഗിളാണ് കേട്ടോ. ഇവിടെ നമ്മൾ എന്തുകൊണ്ടും വന്നത് നന്നായി. ഇവിടെ നമ്മൾ കുറച്ച് മുന്നേ വരേണ്ടതായിരുന്നു. ബിക്കോസ് ഇവിടെ കണ്ടോ മെലൺ ഇരിപ്പുണ്ട്, അപ്പോൾ അതെടുക്കണം. അതുപോലെ അവിടെ ഒരു സാമ്പല്ല, ഒരു എന്താ പറയുക, ലഷ്കേവിൻ്റെ ആ ഒരു ഭയം ഉണ്ടല്ലോ, ലഷ്കേവ്സ് ഇരിപ്പുണ്ട്. നമുക്ക് അവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടാനായിട്ടുള്ള ഒരു സംഭവം നോക്കണം. കാരണം നമുക്ക് അവിടെ പോയിട്ട് ആ ഒരു സ്ട്രക്ചർ, ഓക്കെ, ലങ്സ് ഓഫ് ദ പ്ലാനറ്റ്, ഓക്കെ, ഒരു അച്ചീവ്മെന്റ് കിട്ടി. അവിടെ പോയിട്ട് ആ ഒരു എന്താ പറയുക, ആ ലഷ്കേവിലുള്ള ആ ഒരു മറ്റേ മോസ് അത് കൊണ്ടുപോകും. നമുക്ക് ബോൺ മീൽ ചെയ്താൽ കുറച്ചധികം സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പം അത് നമുക്ക് നോക്കണം. ഇവിടെ അതുപോലെ ഇത് ഉണ്ട്, ബാംബു, ഇത് നമ്മളിപ്പോൾ എടുക്കുന്നില്ല. നമുക്ക് തൽക്കാലം ഈ ഒരു മെലൺ എടുത്തോണ്ട് പോകാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ ഞാൻ ഉണ്ടായിരുന്ന ഈ പുല്ലും സംഭവങ്ങളൊക്കെ ഞാൻ പൊട്ടിച്ചളഞ്ഞു, സീഡൊന്നും കിട്ടിയില്ല. പിന്നെ ഇവിടെ ഒരു സൺഫ്ലവറും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. അതെന്തായാലും നല്ല കാര്യം. നൈറ്റ് ആവുന്നത് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെ ഓവറായിട്ട് ഇതൊക്കെ എന്താ പറയുക, സ്പോൺ ആവുമെന്ന് പേടിക്കണ്ട. നമ്മൾ വന്ന സ്ഥലത്തൊക്കെ നമുക്ക്, ഐ മീൻ വന്ന് മീൻസ് ഇവിടെ നമ്മൾ വന്നല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ടോർച്ച് വെച്ചേച്ച് പോകാം കേട്ടോ. എന്തായാലും നമുക്ക് നമ്മുടെ ബേസിൽ നിന്നാൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ നമുക്ക് ഈസിലി റീച്ചബിൾ ആയിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ നമ്മുടെ ബേസിൽ എത്തിയിട്ടുണ്ട്, ഐ മീൻ നമ്മുടെ മദർ ഐലൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ വീണ്ടും മരവും കാര്യങ്ങളൊക്കെ ആയി. ഇനി ഇതൊക്കെ നമുക്ക് വെട്ടി റെഡിയാക്കി പ്ലാങ്ക് ആക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടി എന്തായാലും നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നതിന് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. നൈറ്റായി നമുക്ക് കിടന്ന് ഉറങ്ങാവേ. രാവിലെ ആയിട്ടുണ്ട്, അപ്പം അത് റെഡി. ഇവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് സീഡ് മാറ്റിയിട്ട് നമുക്ക് അവിടെ ഈ മെലൺ വെക്കാവേ. ഓക്കെ, അവിടെ മെലൺ വെക്കാനായിട്ട് ഇവിടെ ഞാൻ മെലണിന്റെ സീഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ 3 എടുത്ത് നമ്മളങ്ങനെ മെലണും റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഗ്രാസ് ലാൻഡ് നമ്മൾ വികസിപ്പിക്കുക എന്നതാണ്. അത് നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ ബാക്കി റിസോഴ്സും കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യും. സോ നമുക്ക് ഇവരെയൊക്കെ നമുക്കടുത്ത് എന്താ പറയുക, വളർത്തിയിട്ടാണ് നമുക്ക് കൂടുതൽ ഫുഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ. അപ്പോൾ സോ അത് നമുക്ക് കുറച്ചധികം മെനക്കെട്ട പണിയാണ്. സോ അതിന് വേണ്ടി അവിടുത്തെ ഡേർട്ട് എടുക്കുന്നു. എല്ലായിടത്തുള്ള ഐലൻഡിൽ മാക്സിമം ഡേർട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ യെസ് ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ 1-2 ഐലൻഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ബാക്കി ഇവിടുത്തെ അപ്ഡേറ്റ്സ് നിങ്ങളൊക്കെ കാണിച്ചു തന്ന്. ഹെൽത്ത് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഇത്ര ഷോർട്ട് ആയിപ്പോയത്. സോറി ഫോർ ദാറ്റ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്തായാലും ഒരു ബേസിന്റെ പണി നമുക്ക് എന്തായാലും റെഡി ആക്കണം. അതുപോലെ നമ്മുടെ സംഭവങ്ങളൊക്കെ നമ്മുടെ എന്താ പറയുക, ഗ്രാസ് ലാൻഡിങ് ആളൊക്കെ നമുക്കൊന്ന് വലുതാക്കണം, സെറ്റപ്പ് ഒക്കെ ആക്കണം. അതിൽ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡൊക്കെ റെഡി ആക്കാം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബെല്ലൈക്കൺ ടിങ് ഓളൊക്കെ അടിച്ച് വെക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സ്, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ആൻഡ്
അപ്പൊ മറ്റേ കിടക്കാച്ച വീഡിയോ അല്ലെങ്കിൽ ലൈവ് സ്ട്രീം ആയിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ 8K ഡ്യൂട്ട്. നോ, ഇറ്റ്സ് മീ സോൺ 8K. ബൈ ബൈ.